സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. മന്ത്രിമാരെ ഉൾപ്പെടെ കുറ്റമുക്തരാക്കിക്കൊണ്ട് വിജിലൻസ് സമർപ്പിച്ച ത്വരിതപരിശോധനാ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിവാദ സർക്കാർ ഉത്തരവിന് പിന്നിൽ അഴിമതി നടന്നുവെന്നാരോപിച്ച് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസ് ജഡ്ജി പി. മാധവൻ ഉത്തരവിട്ടു. അന്നത്തെ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, സന്തോഷ് മാധവൻ, IT കമ്പനിയായ RMSZ എക്കോവേൾഡ് MD BM ജയശങ്കർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ത്വരിത പരിശോധന നടത്തിയെങ്കിലും എല്ലാവരെയും കുറ്റവിമുക്തരാക്കുന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. മുൻമന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഹർജിയിൽ പരാമർശങ്ങളില്ലായിരുന്നുവെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൂടി അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചു. വിവാദ ഇടപാടിന് കുഞ്ഞാലിക്കുട്ടി അമിത താൽപര്യമെടുത്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്ത് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മുൻ മന്ത്രിമാർക്കെതിരെ വിധിയിൽ കടുത്ത പരാമർശങ്ങളുണ്ട്. മുൻ മന്ത്രിമാർ തീരുമാനമെടുത്തത് തിടുക്കപ്പെട്ടെന്ന് കോടതി പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർക്കെതിരെയും വിധിയിൽ വിമർശനമുണ്ട്. ആരോപണങ്ങൾ പലതും ത്വരിത പരിശോധനയിൽ തെളിഞ്ഞിരുന്നുവെന്ന് കോടതി പറഞ്ഞു. എന്നാൽ കേസ് ഉപേക്ഷിച്ചത് ഈ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കാതെയാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. പരാതിക്കാരനായ ഗിരീഷ് ബാബു, സർക്കാരിനെ വെള്ളപൂശാനുള്ള ഒരു നടപടിയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത്. ആ വെള്ളപൂശൽ നടത്തിയിട്ടുള്ള ആ അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിലായി സന്തോഷ് മാധവന്റെ ഉടമസ്ഥതയിലുള്ള 130 ഏക്കർ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകി ഇറക്കിയ ഉത്തരവായിരുന്നു പരാതിക്ക് ആധാരം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലെ കടുംവെട്ട് തീരുമാനങ്ങളിലൊന്നായിരുന്നു ഈ വിവാദ ഉത്തരവ്. വിവാദമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിച്ചെങ്കിലും ഇതിന് പിന്നിലെ ഇടപാടുകൾ ദുരൂഹമായിരുന്നു. സാലി മുഹമ്മദ്, കൊച്ചി. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ IT വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇടപാട് പരിശോധിക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് വ്യക്തമാക്കി. ഈ കാര്യത്തിൽ യാതൊരു കോൺസ്പിറസിയിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഫോൺ ചെയ്തതുപോലെ എന്റെ ഫോണിൽ നിന്ന് ഇപ്പോൾ ഈ കമ്പനിയായിട്ടല്ലാതെ, ഇതൊരു ഇന്ത്യയിലെ പ്രമുഖ കമ്പനി, അവരായിട്ടല്ലാതെ ഇതിൽ പറഞ്ഞപ്പെട്ട വേറെ പല പേരുകളുണ്ട്. ഒരു ടെലിഫോൺ കാളെങ്കിലും ആരറ്റെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മധ്യവർത്തികളോ ആരറ്റെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ തെളിയിക്കട്ടെ. അങ്ങനെയില്ല. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന KPCC നിർവാഹക സമിതി യോഗത്തിൽ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം. പുനഃസംഘടന ഉടൻ നടത്തി KPCCയിൽ അഴിച്ചുപണി വേണമെന്ന് MM ഹസനും VD സതീശനും ആവശ്യപ്പെട്ടു. UDFന്റെ മദ്യനയം പാളിയെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം നയം നടപ്പാക്കിയവർക്കെന്നും VD സതീശൻ ആരോപിച്ചു. AK ആന്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നീ 4 പ്രധാന നേതാക്കൾക്കെതിരെയും KPCC വിലയിരുത്തൽ യോഗത്തിൽ പൊട്ടിത്തെറിച്ചാണ് ഭാരവാഹികൾ വിമർശനം ഉന്നയിച്ചത്. MM ഹസൻ പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടു. VM സുധീരനെതിരെ കടന്നാക്രമണവും നടത്തി. ദില്ലിയിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ വിവാദമായത് പ്രതിച്ഛായ മോശമാക്കി. KPCC എക്സിക്യൂട്ടീവിൽ അടിയന്തര പുനഃസംഘടന വേണം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാം. സുധീരനെ ഉദ്ദേശിച്ചാണോ നേതൃമാറ്റം ആവശ്യപ്പെടുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരുമെന്നും ഹസൻ പറഞ്ഞു. കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്നായിരുന്നു VD സതീശന്റെ അഭിപ്രായം. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ R ശങ്കറിനെ കടൽ കിഴവനെന്ന് വിളിച്ചവരാണ് ഇപ്പോൾ നേതൃത്വത്തിലുള്ളത്. ഞങ്ങൾ അത്രയും പറയുന്നില്ല. മദ്യനയം പാളി, അത് നടപ്പിലാക്കിയവർക്കാണ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം. അവസാന കാലത്തെ ഭൂമിദാന അഴിമതികൾ തിരിച്ചടിയുണ്ടാക്കിയെന്നും സതീശൻ തുറന്നടിച്ചു. സുധീരൻ പ്രവർത്തിക്കുന്നത് KPCC അധ്യക്ഷന് യോജിച്ച രീതിയിലല്ലെന്നായിരുന്നു K. സുധാകരന്റെ വിമർശനം. മാറ്റേണ്ടവർ മാറ്റും, മാറേണ്ടവർ മാറുമെന്നാണ് സുധീരനെ ഉദ്ദേശിച്ച് ബെന്നി ബെഹനാൻ നടത്തിയ പരാമർശം. AK ആന്റണി പറയേണ്ടപ്പോൾ അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കുന്നുവെന്ന് KK മുഹമ്മദ് കൊച്ച് വിമർശിച്ചു. നേതൃത്വത്തിന്റെ മതേതരത്വ നിലപാടുകളിൽ ആത്മാർത്ഥതയില്ലെന്നും വിമർശനമുയർന്നു. കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്ന ആവശ്യമാണ് പുതുതലമുറ നേതാക്കൾ ഉന്നയിക്കുന്നത്. മദ്യനയത്തിന്റെ പേരിലും പൊട്ടിത്തെറിയുണ്ടായി. മതേതരത്വത്തിൽ നേതൃത്വത്തിന് ആത്മാർത്ഥതയില്ലെന്നും വിമർശനമുണ്ടായി. രാജീവ് ഗാന്ധി സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം MR സജീഷ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് പിണറായി വിജയൻ. ഡാം സുരക്ഷിതമാണെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഡാമിന്റെ സുരക്ഷിതത്വം അന്താരാഷ്ട്ര സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനമെന്നും പിണറായി. പഴയകാല പ്രവൃത്തികളുടെ ഫലം ചിലർ അനുഭവിക്കേണ്ടി വന്നാൽ അതിന് LDFനെ കുറ്റപ്പെടുത്തരുതെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് എന്ന് പറയുന്നതിനോട് സംസ്ഥാനത്തിന് യോജിപ്പില്ല. ആ പ്രശ്നത്തിൽ
ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധ സമിതി പരിശോധന നടത്തേണ്ടതാണ്. നമുക്ക് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയിൽ ആശങ്കയുള്ളതുകൊണ്ട് ഒരു പുതിയ ഡാം പണിയാൻ കഴിയണമെന്ന നിലപാടാണുള്ളത്. മലബാറിന്റെ വികസനത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീ സുരക്ഷയ്ക്കായി ഫലപ്രദമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയായ ശേഷം ജന്മനാട്ടിലെത്തിയ പിണറായി വിജയന് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ജന്മനാട്ടിലെത്തിയ പിണറായി വിജയന് പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും പിണറായിയിലും ലഭിച്ചത്. വീട്ടിലെത്തിയ ശേഷം അദ്ദേഹം LDF തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ RSS പ്രവർത്തകർ ബോംബെറിഞ്ഞ് ലോറി കയറ്റി കൊലപ്പെടുത്തിയ ചേരിക്കലിലെ രവീന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് സമാശ്വസിപ്പിച്ചു. പിന്നീട് പിണറായി RC അമല ബേസിക് UP സ്കൂളിൽ പൗരാവലിയൊരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങി. വൈകാരികമായിരുന്നു സ്വീകരണ യോഗത്തിലെ പ്രസംഗം. മോശമായത് എന്തെല്ലാം ചാർത്തിത്തരാമോ അതെല്ലാം നേരത്തെ ചാർത്തി കിട്ടിയ ഒരാളാണ് ഞാനെന്ന് കേരളീയ സമൂഹത്തിലറിയാം. പക്ഷേ കല്ലും നെല്ലും പതിരുമൊക്കെ തിരിച്ചറിയാനുള്ള ജനങ്ങളുടെ അസാമാന്യമായ ബോധം ഈ ഘട്ടത്തിൽ പ്രകടമാകുന്നത് നാം കാണുകയില്ല. നാടും നാട്ടുകാരും വലിയ തോതിലുള്ള സ്നേഹമാണ് എന്നിൽ വാരി ചൊരിഞ്ഞെടുക്കുന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ നടപടികൾ LDF സർക്കാർ സ്വീകരിക്കും എന്നും അവഗണിക്കപ്പെട്ട മലബാർ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും പിണറായി പറഞ്ഞു. വികസനം വേണ്ട രീതിയിൽ വന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഇന്നും മലബാർ. ആ കാര്യത്തിൽ LDF സർക്കാർ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതും നമ്മുടെ നാടിന്റെ പ്രതീക്ഷക്കനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. പ്രതീക്ഷ നിറവേറ്റാൻ പ്രതിബദ്ധതയുള്ള സർക്കാരാണിതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബോക്സിംഗ് ഇതിഹാസവും മുൻ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ മുഹമ്മദ് അലി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പാർക്കിൻസൺ രോഗബാധിതനായിരുന്നു. US-ലെ അരിസോണിലാണ് അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദീർഘനാളായി പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1981-ലാണ് ബോക്സിംഗ് റിങ്ങിനോട് അദ്ദേഹം വിട പറഞ്ഞത്. ബോക്സിംഗ് ചക്രവർത്തി എന്ന വിശേഷണം ലോകം ചാർത്തിക്കൊടുത്ത ഒരേ ഒരു താരമാണ് മുഹമ്മദ് അലി. ബോക്സിംഗ് ചക്രവർത്തി എന്ന് ലോകം വിളിച്ച മുഹമ്മദ് അലിയെ വ്യത്യസ്തനാക്കുന്നത് രാഷ്ട്രീയ മാനുഷിക വിഷയങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളായിരുന്നു. വർണ്ണവെറിക്കെതിരെയും സാമ്രാജ്യത്തിനെതിരെയും ജീവിതത്തിലുടനീളം മുഹമ്മദ് അലി നടത്തിയ ധീരമായ പോരാട്ടമായിരുന്നു ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിക്കൊടുത്തത്. I said that I'm going to be a man. I'm going to fight it legally. If I lose it, I'm just going to jail. ഒരു കായിക താരത്തിൽ നിന്ന് അധിനിവേശ രാഷ്ട്രീയത്തിന്റെ പ്രതിരോധകൻ എന്ന നിലയിലുള്ള വളർച്ചയാണ് മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേയെ ലോകം വാഴ്ത്തുന്നവനാക്കിയത്. ബോക്സിംഗ് റിംഗിൽ എതിരാളിയെ ഇടിച്ച ഓരോ ഇടിയും അമേരിക്കൻ അധിനിവേശത്തിന്റെയും വർണ്ണവിവേചനത്തിന്റെയും മുഖത്തേക്കുള്ള ശക്തമായ പഞ്ചാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തപ്പോഴാണ് മുഹമ്മദ് അലി ഒരു യഥാർത്ഥ താരമായത്. കറുപ്പിൽ നിന്നും മുളച്ചുപൊന്തിയ ഒരു വടവൃക്ഷം തന്നെയായിരുന്നു മുഹമ്മദ് അലി. 1942 ജനുവരി 17 അമേരിക്കയിലെ കെന്റുക്കിയിലുള്ള ലൂയിസ് വില്ലയിൽ ജനിച്ച കാഷ്യസ് ക്ലേയെ മുഹമ്മദ് അലിയാക്കി തീർത്തത് അമേരിക്കയിൽ നടമാടിയ വർണ്ണവിവേചനമായിരുന്നു. പോരാട്ടം നിറഞ്ഞ ഭാവി ജീവിതത്തിന് ക്ലേ കരുത്തു നേടിയത് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. വീടിനടുത്തുള്ള ജിംനേഷ്യത്തിൽ ബോക്സിംഗ് പരിശീലനം കാണാൻ പോയ ക്ലേ യാദൃച്ഛികമായാണ് പരിശീലനം ആരംഭിക്കുന്നത്. പരിശീലനം ആരംഭിച്ച് 6 ആഴ്ച പിന്നിട്ടപ്പോൾ ക്ലേ ബോക്സിംഗ് റിംഗിൽ തന്റെ ആദ്യ ജയം നേടി. പിന്നീട് തന്റെ മുഴുവൻ സമയവും ഊർജവും ക്ലേ ബോക്സിംഗിനായി മാറ്റിവെച്ചു. 18 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 108 അമേച്വർ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു. കെന്റുക്കി ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 6 തവണയും നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 2 തവണയും നേടി. 1960-ൽ കാഷ്യസ് ക്ലേ റോം ഒളിമ്പിക്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ എതിരാളികളെ നിലം പരിശാക്കി ക്ലേ അനായാസം ഫൈനലിലെത്തി. 3 തവണ യൂറോപ്യൻ ചാമ്പ്യനും 1956-ലെ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവുമായ സിഗ്നു പിയാട്രിഗോസ്കിയായിരുന്നു ഫൈനലിൽ എതിരാളി.
എങ്കിലും മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ ക്ലേ വിജയിച്ചു. വെള്ളക്കാർക്ക് മാത്രം എന്ന് രേഖപ്പെടുത്തിയ റെസ്റ്റോറന്റിൽ മുഹമ്മദ് അലിക്ക് സേവനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയാത്ത ഭരണകൂടത്തോടുള്ള പ്രതികാരമായിരുന്നു അത്. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശ സേനയിൽ അംഗമാകണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ സർക്കാർ അയച്ച കത്ത് സ്വീകരിക്കാതെ അതിന് വികാരനിർഭരമായ മറുപടിയാണ് അദ്ദേഹം അയച്ചത്. ഇതേ തുടർന്ന് അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. $10,000 പിഴയിട്ട് 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. പ്രതികാരം തീർക്കാൻ അമേരിക്കൻ സ്പോർട്സ് കൗൺസിലിലെ അദ്ദേഹത്തിന്റെ അംഗത്വം നീക്കം ചെയ്തു. തനിക്കറിയാവുന്ന തൊഴിൽ നഷ്ടമായതോടെ മുഹമ്മദ് അലിക്ക് നിത്യവൃത്തിക്ക് വകയില്ലാതായി. എങ്കിലും പണത്തിനും പ്രശസ്തിക്കും മുൻഗണന നൽകാതെ ആദർശത്തിൽ ഉറച്ചുനിന്ന് കറുത്തവർഗക്കാരായ അമേരിക്കൻ ആഫ്രിക്കൻ വംശജരുടെ മോചനത്തിനു വേണ്ടി ക്ലേ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ന്യൂസ് ഡെസ്ക്. കൊല്ലത്ത് 16-കാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തായി. CPIM ശൂരനാട് ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാന്റെ മകൻ സുഹൈലിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. താഹ കുഞ്ഞ്, ജസീം എന്നിവരെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെതിരെ ജില്ലാ കളക്ടർ വീണ്ടും പരവൂർ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചുകൊണ്ട് താനിട്ട ഉത്തരവ് പോലീസ് നടപ്പിലാക്കിയില്ലെന്ന് ജില്ലാ കളക്ടർ കേന്ദ്ര അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അനുമതി നൽകാൻ തന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണറും മൊഴി നൽകി. 110 പേർ കൊല്ലപ്പെട്ട പരവൂർ ദുരന്തത്തിന് ശേഷം ജില്ലാ കളക്ടറും പോലീസും പരസ്പരം പഴിചാരിയതിന്റെ ആവർത്തനം തന്നെയായിരുന്നു കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ മുമ്പിലും ഇരുവരുടെയും നിലപാട്. താൻ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയില്ലെന്നും അത് നടപ്പിലാക്കേണ്ട പോലീസ് അത് ചെയ്തില്ലെന്നുമാണ് ജില്ലാ കളക്ടർ ചെന്നൈ ചീഫ് എക്സ്പ്ലോസീവ് ജോയിന്റ് ഡയറക്ടർ AK യാദവിന് മുമ്പാകെ നൽകിയ മൊഴി. വെടിക്കെട്ട് നടത്തുന്നതിന് അനുമതിക്കായി തന്റെ പുറത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും മത്സരക്കമ്പം നടത്താൻ പോലീസ് ഒത്താശ ചെയ്തിട്ടില്ലെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് മൊഴി നൽകി. എന്നാൽ പീതാംബരക്കുറുപ്പാണ് കമ്പത്തിന് പോലീസ് അനുമതി വാങ്ങി നൽകിയതെന്ന അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെ മൊഴിയെ തുടർന്ന് ഹാജരാകാൻ പീതാംബരക്കുറുപ്പിന് കേന്ദ്ര സംഘം നോട്ടീസ് അയച്ചെങ്കിലും അപകടത്തിൽപ്പെട്ടതിനാൽ മറ്റൊരവസരം നൽകണമെന്നാവശ്യപ്പെട്ട് പീതാംബരക്കുറുപ്പ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ അപേക്ഷ നൽകി. പറയാനുള്ളത് സ്റ്റേറ്റ്മെന്റായി സമർപ്പിക്കാൻ കേന്ദ്ര അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ജില്ലാ കളക്ടർ ക്ഷേമമോൾ പരിഹസിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിലെ തീരദേശം ശുചീകരിക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. തീരദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾക്ക് രൂപം നൽകുക. ജൂൺ 30-നകം തീരദേശം സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കുമെന്ന് മേഴ്സിക്കുട്ടിയമ്മ തിരുവനന്തപുരത്ത് പറഞ്ഞു. മാലിന്യരഹിതമായ തീരദേശം എന്നതിൽ മത്സ്യത്തൊഴിലാളികളെയും അവിടെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകളെയും അയൽക്കൂട്ടങ്ങളെയും കുടുംബശ്രീകളെയും ആകെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ആകെ ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണം തേടിക്കൊണ്ട് മാലിന്യമുക്തമായ തീരം കേരളത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി സർവകക്ഷി യോഗം വിളിക്കാനും അഭിപ്രായ വോട്ടെടുപ്പ് നടത്താനും തയ്യാറെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോടതിയിൽ നിലപാട് അറിയിക്കുന്നതിന് മുൻപായി വിശദമായ ചർച്ചകൾ നടത്തി അഭിപ്രായ സമവായം ഉണ്ടാക്കും. ഒരു തീരുമാനവും അടിച്ചേൽപ്പിക്കില്ല. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിട്ടതിന്റെ പേരിൽ ചിലർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നതായും കടകംപള്ളി പറഞ്ഞു. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് പ്രതിനിധികളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട വിഷയമാണെന്ന് തോന്നിയില്ല. സർക്കാർ നിലപാട് പറയേണ്ടതായിട്ടുള്ളൊരു ഘട്ടത്തിൽ സർക്കാർ നിലപാട് പറയും. അതിനു മുമ്പായി സർക്കാർ ആലോചിക്കേണ്ട എല്ലാ തലങ്ങളിലും ആലോചിക്കും. സർവകക്ഷി യോഗം വിളിക്കാം, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പണായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കാം, വേണമെങ്കിൽ ആളുകളുടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊക്കെ ഏതായാലും ഒരു പൊതു അഭിപ്രായ രൂപീകരണമല്ലാതെ ഒരു പ്രശ്നവും ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഭക്തരുടെ മേലൊന്നും അടിച്ചേൽപ്പിക്കാൻ ഗവൺമെന്റ് ഒരു താല്പര്യവുമില്ല. അട്ടപ്പാടി പാക്കേജിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി AK ബാലൻ. ജനകീയ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിട്ടും വിവരങ്ങൾ ലഭ്യമല്ലാത്തത് ഗുരുതര വീഴ്ചയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ, ആരോഗ്യരംഗം, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്നും AK ബാലൻ വ്യക്തമാക്കി. അട്ടപ്പാടിയിൽ വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും തുടർ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. അട്ടപ്പാടിയിലെ സാമൂഹ്യ അടുക്കള, തൊഴിലുറപ്പ് പദ്ധതി, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. അട്ടപ്പാടി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം തടസ്സമാകില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രൂക്ഷ വിമർശനം നടത്തി. ജനകീയ
മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിട്ട് പോലും കഴിയുന്നില്ല എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയൊരു വീഴ്ചയാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം ITDP പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടത്തിപ്പ് ഗ്രാമവികസന വകുപ്പിൻ്റെ കീഴിലാണ്. ഗ്രാമവികസന വകുപ്പും ITDPയും ഒന്നായിട്ട് പോകുന്നില്ല, രണ്ട് ധ്രുവത്തിലാണ്. അത് ഭരണതലത്തിൽ പരിഹരിക്കുന്നതിനുള്ള നടപടി ഞാൻ സ്വീകരിക്കും. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യനിഷ്ഠത അതും അത്ര മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ല എന്നുള്ളതല്ല. സാമൂഹ്യ അടുക്കളയുടെ പ്രവർത്തനം 192 ഊരുകളിലേക്ക് ഉറപ്പുവരുത്തും. ITDP ഗ്രാമവികസന വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നടപടികൾ എടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. MP രാജേഷ് MP, N ഷംസുദ്ദീൻ MLA, ജില്ലാ കളക്ടർ, വകുപ്പ് തലവന്മാർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് ബോർഡ് ഡയറക്ടർ സ്ഥാനം ഏതെങ്കിലും മതസംഘടനയ്ക്ക് സംവരണം ചെയ്യുന്ന ശീലം LDF സർക്കാരിനില്ലെന്ന് മന്ത്രി KT ജലീൽ. കഴിവും പ്രാപ്തിയും നോക്കിയായിരിക്കും ഇത്തരം പദവികളിലേക്കുള്ള നിയമനമെന്ന് മന്ത്രി KT ജലീൽ മലപ്പുറത്ത് വ്യക്തമാക്കി. അവർ AP ആവട്ടെ, EK ആവട്ടെ, മറ്റുള്ള വിഭാഗക്കാരാവട്ടെ, ആരായാലും കോമ്പിറ്റന്റ് ആണ്, പ്രാപ്തി വേണം, അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ടാവും. ഇതൊക്കെ പ്രധാനമാണ്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധത്തിന്റെ പേരിൽ വൻ വിവാദത്തിലായ മഹാരാഷ്ട്ര റവന്യൂ മന്ത്രി ഏക്നാഥ് ഖഡ്സെ രാജിവെച്ചു. മഹാരാഷ്ട്രയിലെ പ്രമുഖ BJP നേതാവ് ഫട്നവിസ് മന്ത്രിസഭയിലെ രണ്ടാമനുമാണ് ഖഡ്സെ. പൂനെയിൽ കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി ചുളുവിലയ്ക്ക് ഖഡ്സെ കൈക്കലാക്കിയിരുന്നു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള 40 കോടി വില വരുന്ന 3 ഏക്കർ ഭൂമി ഖഡ്സെ ബിനാമി പേരിൽ വാങ്ങിയെടുത്തത് 3.25 കോടി രൂപയ്ക്കാണ്. കറാച്ചിയിലെ വസതിയിൽ നിന്നുള്ള ദാവൂദ് ഇബ്രാഹിമിന്റെ നിരവധി ഫോൺ കോളുകൾ ഖഡ്സെയുടെ മൊബൈൽ ഫോണിൽ എത്തിയിരുന്നു. ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ ഖഡ്സെ കടുത്ത രാജ്യസമ്മർദ്ദം നേരിട്ടിരുന്നു. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ BJP പരിഗണിച്ചിരുന്ന നേതാവാണ് ഏക്നാഥ് ഖഡ്സെ. മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനമാണ് യുവ MLA എൽദോ എബ്രഹാമിന്റെ ലക്ഷ്യം. പൊതുജനാരോഗ്യ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും ആധുനികമാക്കുക എന്നതാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. മൂവാറ്റുപുഴ പട്ടണം നേരിടുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് ബൈപ്പാസുകൾ നിർമ്മിച്ച് പരിഹാരം കാണുമെന്നും എൽദോ വ്യക്തമാക്കി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക എന്നതാണ് MLA എന്ന നിലയ്ക്ക് തന്റെ അടിയന്തര കടമയെന്ന് എൽദോ എബ്രഹാം പറയുന്നു. ഒപ്പം മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുക എന്ന ലക്ഷ്യവും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചികിത്സ തേടിയെത്തുമ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു ചികിത്സാ സൗകര്യങ്ങൾ ഈ ആശുപത്രി സംബന്ധിച്ചിട്ടില്ല. അതുകൊണ്ട് കുറെ കൂടി ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എറണാകുളം നഗരത്തിൽ നിന്നും ഏറെയൊന്നും അകലെയല്ലെങ്കിലും ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശമാണ് മൂവാറ്റുപുഴ. നഗരവികസന ഗതാഗത മേഖലകളിൽ വലിയ സ്വപ്നങ്ങളുണ്ട് മൂവാറ്റുപുഴയുടെ യുവ MLAയ്ക്ക്. ഒപ്പം ശബരി പാതയ്ക്കുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്ന ഉറപ്പും. 25 വർഷക്കാലം മുമ്പ് മൂവാറ്റുപുഴ വരുമ്പോൾ ഇത് തന്നെയാണ്, ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമഗ്രമായ ഒരു മാറ്റം ഈ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ, ബൈപ്പാസ് റോഡുകളുടെ വരുന്നതിൽ, നഗരത്തിൽ ടൗൺ വികസനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റബ്ബർ, പൈനാപ്പിൾ കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് എൽദോ ഉറപ്പു നൽകുന്നു. മണ്ഡലത്തിന്റെ പൊതുവികസനത്തിന് എല്ലാവരെയും ഒപ്പം നിർത്തിയുള്ള ശ്രമങ്ങൾക്ക് താൻ മുന്നിൽ നിൽക്കുമെന്ന് എൽദോ എബ്രഹാം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 10ാമത് മണപ്പുറം മിന്നലെ ഫിലിം TV അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച വാർത്താ റിപ്പോർട്ടർക്കുള്ള അവാർഡിന് കൈരളി TV റിപ്പോർട്ടർ സമീർ C വാഴങ്ങോട് അർഹനായി. കൈരളി TV കൊച്ചി ബ്യൂറോ റിപ്പോർട്ടറാണ് സമീർ. ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 7-ന് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.